എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്തെ അരുവിക്കര എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഈ കാണുന്നത് അരുവിക്കര ഡാമാണ്. കരമനയാറിനു കുറുകെയാണ് ഈ ഡാമുള്ളത്. ഇത് ഇവിടത്തെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രം. ഈ കരമനയാറിൻ്റെ തീരത്ത് പാറകൾക്ക് മുകളിലായി സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള പുരാതനമായ ദേവീക്ഷേത്രം. സപ്തമാതാക്കളായ വൈഷ്ണവി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി, കൗമാരി, ബ്രാഹ്മി, മഹേശ്വരി, കൂടാതെ അഭിമുഖമായി വീരഭദ്രനും ഗണപതിയും നാഗവും നാഗയക്ഷിയുമുണ്ട്. ഉപദേവനായ ശാസ്താവിനെ ഈ അണക്കെട്ട് ഉണ്ടായപ്പോൾ കദംബി മലയിൽ നിന്നും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ അരികിലൊഴുകുന്ന മനോഹരമായ ഈ കരമനയാറ് കേരളത്തിലെ ഒരു പ്രധാന നദിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന് വളരെ പ്രധാനപ്പെട്ടത്. ഏകദേശം 68 കിലോമീറ്റർ നീളമുള്ള ഈ നദി തെക്കൻ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകി കോവളം ഭാഗത്തായി അറബിക്കടലിൽ ചേരുന്നു. നദിയിൽ വെള്ളം വളരെ കുറവായതിനാൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ വരുന്നവർക്ക് വളരെ ആസ്വദിക്കാനാവുന്നുണ്ട്. തിരുവനന്തപുരം ജനവാസികൾക്കുള്ള കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സു കൂടിയാണ് ഈ കരമനയാറ്. ഈ അരുവിക്കര ഡാമും അതിനോട് ചേർന്നുള്ള ഈ ഭഗവതി ക്ഷേത്രവും അതുപോലെ ഈ കരമനയാറും ഒത്തുചേർന്നുള്ള ഈ മനോഹരമായ പ്രദേശം കാണുവാനായി ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.